ശ്രീ ജയചന്ദ്രൻ, മനോരമയുടെ പരസ്യത്തെക്കുറിച്ച്, മലയാള മനോരമ ദിനപത്രത്തിൻ്റെ പരസ്യം അവരുടെ അടക്കം ദൃശ്യമാധ്യമ ചാനൽ റിപ്പോർട്ടിങ്ങിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഒന്ന് ചുരുക്കി വേണം പ്ലീസ്. അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിച്ചിട്ടെന്താ കാര്യം സ്ഥലത്തെ? കാരണം ഇത് പിന്നെ ഈ മുന്നിൽ വന്ന് മിന്നുന്ന ഊഹാപോഹങ്ങളാവാം, കേട്ടുകേൾവികളാകാം. എന്തായാലും സംഗതി ക്ലിക്കായാൽ മതി എന്നാണ് നിലപാട്. ഇതൊക്കെ മനോരമ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണല്ലോ. അപ്പോൾ ആ തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം, പത്രം വരുന്നത് വരെ മാത്രമാണല്ലോ. അത്രേ ഉള്ളൂ. പത്രം വരുന്നത് വരെ മാത്രം തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നുന്നതാണെന്ന് ഇതൊരു എന്താണ് പറയുന്നത്, സത്യവാങ്മൂലം പോലെ. പിറ്റേ ദിവസം മലയാള മനോരമ പത്രം വായിച്ചാൽ എല്ലാം സത്യമാണെന്നാണ് പറഞ്ഞു വെച്ചതിൽ അർത്ഥം. ശ്രീ ജയചന്ദ്രൻ, പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ ദിനപത്രം വായിക്കുന്നതോടുകൂടി എല്ലാ സത്യവും സത്യമായി തന്നെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടി. നെഗറ്റീവ് എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എൻ്റെ മനസ്സിൽ മുഴച്ചു വന്നത്. കാരണം അനുഭവങ്ങൾ അങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നുള്ളതുകൊണ്ട് അതേ വരൂ. അത് എൻ്റെ കുറ്റമല്ല, അവരങ്ങനെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവർ എനിക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സാധനങ്ങൾ എൻ്റെ മനസ്സിൽ ഉളവാക്കുന്ന പ്രതീതിയാണല്ലോ ഞാൻ ഇതുമായിട്ട് സമീകരിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനോരമ തന്നെ ഈ വ്യാജത്വത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നിലയിലേക്ക് മാറുന്ന പരസ്യമായിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവർക്ക് അങ്ങ് മറിച്ച് പറയാൻ അവകാശമൊക്കെ ഉണ്ട്. ഏതായാലും വിചിത്രമായ പിന്നെ പരസ്യം തന്നെയാണത്. അത്തരത്തിലുള്ളൊരു പരസ്യം സമീപകാലത്തെങ്ങും നമ്മൾ കണ്ടതായി ഓർക്കുന്നുമില്ല. ഏതായാലും നാളെയാണല്ലോ സർക്കാരിൻ്റെ വാർഷികം. ഈ വാർഷികത്തിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ.